ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2ാമത്തെ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഇവിടുത്തെ ഹെഡിങ് ഉണ്ടോ, ബാങ്ക് ഡെപ്പോസിറ്റ്. Look at the paying slip of a bank. We have to write the number of notes of each denomination and the total amount. അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്കിൽ ഒരു പേയിങ് സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡിനോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഡിനോമിനേഷൻസ് എഴുതിയിട്ട് ടോട്ടൽ എമൗണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിൻ്റെയാണ് ടോട്ടൽ എമൗണ്ട് നമുക്ക് എഴുതാനായിട്ടുള്ളത്? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്, മിൻഹാസ് ഫാദർ ഗേവ് 6 നോട്ട്സ് ടു ഡിപ്പോസിറ്റ് 800 റുപ്പീസ്. മിൻഹയുടെ അച്ഛൻ 6 നോട്ട്, അതായത് 800 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ബാങ്കിൽ 800 റുപ്പീസ് അല്ലെങ്കിൽ 800 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി 6 നോട്ടുകളാണ് കൊടുത്തത്. വാട്ട് നോട്ട്സ് വുഡ് ഹീ ഹാവ് ഗിവൺ? അപ്പം ഏതൊക്കെ നോട്ട്സ് ആയിരിക്കും മിൻഹയുടെ അച്ഛൻ കൊടുത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇവിടെ ഏതൊക്കെ ഡിനോമിനേഷൻസ് കൊടുത്തിട്ടുണ്ട്? 500 ഉണ്ട്, 200, 100, 50, 20, 10, 5, 2, 1, പിന്നെ കോയിൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ടും എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ എഴുതാനായിട്ട് പറ്റും? നമുക്ക് ഒരെണ്ണവും നോക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 6 നോട്ട്സ് ആണ് കൊടുത്തത്. അപ്പോൾ ഈ 6 നോട്ട്സിൻ്റെയും കൂടി ടോട്ടലാണ് 800 റുപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 500 ആണ് ഫസ്റ്റ് ഡിനോമിനേഷൻ കിടക്കുന്നത് അല്ലേ? അപ്പോൾ 500ൻ്റെ ഒരു നോട്ടാണെന്ന് വെച്ചോളൂ. അപ്പോൾ 500ൻ്റെ ഒരു നോട്ട്, 500ൻ്റെ ഒരു നോട്ട്. അപ്പോൾ എത്ര രൂപയായി? 500 റുപ്പീസായി അല്ലേ? 500 റുപ്പീസ്, 500ൻ്റെ ഒരു നോട്ട്. ഇനി നമുക്ക് ഇവിടെ 100 ഉണ്ടല്ലേ, 100ൻ്റെ ഒരു നോട്ട് കൂടി കൊടുക്കാം. 100ൻ്റെ ഒരു നോട്ട്. ഇപ്പോൾ എത്രയായി? 500 + 100 600 ആയി. നമുക്ക് 800 ആണ് വേണ്ടത് അല്ലേ? പിന്നെ നമുക്കൊരു 200ഉം കൂടി വേണം. അപ്പോൾ നോട്ട്സ് എത്ര എണ്ണമായി? 2 നോട്ട്സ് ആണ് ആയത്. നമുക്കിവിടെ 50 കിടപ്പുണ്ട്. 50യുടെ നമുക്കൊരു 4 നോട്ട്സ് എടുക്കാം. 50യുടെ 4 നോട്ട്സ്. 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. കൂടെ നമ്മൾ ഈ 0യും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ എത്രയായി? 500 + 100 600 + 200 800 വന്നു. നോട്ട്സ് എത്ര എണ്ണമായി? 4 + 1 5 + 1 6, 6 നോട്ട്സ് വന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്കിത് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു രീതിയിൽ നോക്കാം. നമുക്കിവിടെ 6 നോട്ട്സ് ആണ് വരേണ്ടത് അല്ലേ 800ന്. അപ്പം നമുക്കിവിടെ 200ൻ്റെ ഉണ്ടല്ലോ, ഈ 200 ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 200ൻ്റെ നമുക്കൊരു 2 നോട്ട്സ് എടുക്കാം. 200ൻ്റെ 2 നോട്ട്സ് 200ൻ്റെ. അതുപോലെ തന്നെ 100, ഇപ്പോൾ 200ൻ്റെ 2 നോട്ട്സ് വരുമ്പോൾ എത്രയായി? 2 × 2 4, 400 വന്നു. ഇനി നമുക്ക് 100ൻ്റെ 100 എടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു 400 കൂടെ കിട്ടിയാലേ നമുക്ക് 800 ആകത്തുള്ളൂ. അപ്പോൾ 100ൻ്റെ എത്ര നോട്ട് എടുക്കേണ്ടി വരും 400 കിട്ടാൻ? 4 ടൈംസ് അല്ലേ? അപ്പോൾ എത്ര വരും? 400 വരും. അപ്പോൾ എത്രയായി മൊത്തം? 800. ഇവിടെ എത്ര നോട്ട്സായി? 6 നോട്ട്സും വന്നു. അപ്പോൾ നമുക്കിവിടെ എഴുതാം. ഇവിടെ അപ്പം നോട്ട്സ് ഡിനോമിനേഷൻ്റെ അവിടെ 100 × എത്രയാണ് വരുന്നത്? 100 × 4 കൊടുക്കാം, 200 × 2ഉം കൊടുക്കാം. അപ്പോൾ എമൗണ്ട് വരുന്ന എത്ര? ഇവിടെ 400 വരും, മറ്റേതും 400 വരും. ടോട്ടൽ നമ്പറിൻ്റെ അവിടെ നമുക്ക് എത്ര കൊടുക്കാം? 800 കൊടുക്കാം. ഇനി ബാക്കി എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് നോട്ട്സ്. I have 370 rupees remaining. The number of notes is the sum of digits of this number. What notes do I have and how many of each? അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മിൻഹയുടെ ഫാദർ പറയുന്നത് 370 റുപ്പീസ് ബാക്കിയുണ്ട്. ദ നമ്പർ ഓഫ് നോട്ട്സ് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദിസ് നമ്പർ. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള നോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ 370 എന്ന് പറയുന്ന ഈ നമ്പറിലെ ഡിജിറ്റ്സ് അക്കങ്ങളുടെ സമ്മാണ്, ആകെത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്? അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? 370 ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്പർ ഓഫ് നോട്ട്സ് നമുക്ക് എഴുതാം. നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് എത്രയാണ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 370 ആണ് വരുന്നത്. അപ്പോൾ 3 + 7 + 0 എന്ന് പറഞ്ഞാലും സെയിം ആൻസർ തന്നെ വരും. 3 + 7 എത്ര വരും?
10 വരും അല്ലേ. 10 + 0 10 തന്നെ. അപ്പം 10 നോട്ട്സ് ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ളത്. ഇനി ഹൗ മെനി ഓഫ് ഈച്ച്, അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഓരോന്നും എത്ര എണ്ണം വെച്ചുണ്ട്. 10 നോട്ട്സ് മൊത്തം ഉണ്ട്, 370 റുപ്പീസും കയ്യിലുണ്ട്. അപ്പോൾ ഓരോന്നും എത്ര നോട്ട്സ് വെച്ച് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അപ്പോൾ നമുക്ക് 370 ആണല്ലേ വരുന്നത്. അപ്പോൾ നമുക്കതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 300ഉം 70 ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ 300 ഉണ്ട്, 70 ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 300 കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ 50യുടെ നോട്ട്സാണ് എടുക്കുന്നതെന്ന് വെച്ചു. 50ൻ്റെ നോട്ടാണ് നമ്മൾ എടുക്കുന്നത്. 50യുടെ എത്ര നോട്ട്സ് നമുക്ക് എടുക്കേണ്ടി വരും? അപ്പോൾ എത്ര എണ്ണം എടുക്കേണ്ടി വരും? നമുക്ക് 300 കിട്ടണം എന്നുണ്ടെങ്കിൽ 5നെ ഏത് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 30 വരുന്നത്? അങ്ങനെ ചിന്തിക്കാം. 5 × 6. അപ്പോൾ നമുക്ക് 300 വരണം എന്നുണ്ടെങ്കിൽ 50 × 6 നമ്മൾ ചെയ്യണം. അപ്പം നമുക്ക് 300 വരും. ഇനി എന്നിട്ട് നമുക്കിനി കണ്ടുപിടിക്കണം. അപ്പോൾ 300 കിട്ടി. ഇനി നമുക്ക് എത്രയാണ്? 70യും കൂടി വേണം. അപ്പോൾ 70 കിട്ടാനായിട്ട് നമുക്ക് എങ്ങനെ, എത്ര നോട്ട്സാണ് മൊത്തം? 10 നോട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ 20 റുപ്പീസിൻ്റെ നോട്ടാണ് എടുക്കുന്നതെന്ന് വെച്ചു. 20 രൂപയുടെ നോട്ട് എടുക്കുകയാണ്. ഒരു 3 നോട്ട് എടുത്തു. അപ്പോൾ എത്ര രൂപയായി? 60 രൂപ, 60 റുപ്പീസായി. ഇനി 10 രൂപയുടെ നോട്ട് എടുക്കുകയെന്ന് വെച്ചോ. അപ്പോൾ എത്ര കൂടി വേണം? അപ്പോൾ 300 + 60 എത്രയായി? 360 ആയി. ഇനി നമുക്ക് 70 ആണ് വരേണ്ടത്. ഒരു 10 രൂപയും കൂടി വേണം. ഒരു 10 രൂപ മതി. അപ്പോൾ എത്ര വന്നു? 370 നമുക്ക് വന്നു. എത്ര നോട്ട്സായി? 6 + 3 9 + 1 10. 10 നോട്ടുകൾ നമ്മളെടുത്തു. 370 നമുക്ക് വന്നു. ഇനി അടുത്ത ഹെഡിങ്ങിലേക്ക് വന്നേ. സം 10. The sum of the digits of 109 is 1 + 0 + 9 = 10. അപ്പം 109ൻ്റെ സം, ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് 1 + 0 + 9 ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര വരും? 10 വരും. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് 118? 180 ചെയ്യുമ്പോൾ എത്രയാണ് സം വരുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് വരുന്നത്? 118 എന്ന് പറയുമ്പം 1 + 1 + 8 അല്ലേ. 1 + 1 2, 2 + 8 എത്ര വരും? നമുക്ക് 10 വരും. അനദർ നമ്പർ ഈസ് 127. അപ്പോൾ നമുക്ക് വേറൊരു നമ്പർ എടുത്തു, 127. അതിൻ്റെ സം എത്ര വരും? 1 + 2 3, 3 + 7 എത്ര വരും? 10 വരും അല്ലേ. അപ്പോൾ ഇനി അടുത്ത പേജിലേക്ക് വരുമ്പം നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 10? അതായത് നമുക്ക് 10 എന്ന് സം വരുന്ന, അതായത് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പം 10 എന്ന് സം വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 100 തൊട്ട് 200 വരെ ഉള്ളതിൽ എത്ര നമ്പേഴ്സ് അങ്ങനെ ഉണ്ടെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളിപ്പോൾ 100 തൊട്ട് കൗണ്ട് ചെയ്ത് പോകുമ്പം നമുക്ക് അത് കിട്ടുമല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു നമ്പർ പറഞ്ഞു, 109 നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി അടുത്ത നമ്പർ നമ്മൾ വേറൊരെണ്ണം പറഞ്ഞു, 118 നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പ വഴിയുണ്ട്. ഇത് നമ്മുടെ വൺസിൻ്റെ പ്ലേസും ഇത് ടെൻസിൻ്റെ പ്ലേസ്, ഇത് 100 അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ നമുക്ക് 10 സം വരുന്ന നമ്പേഴ്സ് എഴുതുമ്പോൾ ഈ വൺസിൻ്റെ പ്ലേസിലെ നമ്പർ എപ്പോഴും ഒരു നമ്പർ വെച്ച് കുറഞ്ഞു പോകും, പുറകോട്ട് നമ്മൾ കൗണ്ട് ചെയ്യണം. ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പർ നമുക്ക് ഒരു നമ്പർ വെച്ച് മുമ്പോട്ടും കൗണ്ട് ചെയ്യാം. അപ്പോൾ അടുത്ത എങ്ങനെ വരും? 100ൻ്റെ പ്ലേസിൽ സെയിം നമ്പർ തന്നെ, അപ്പം 1 തന്നെ. ടെൻസിൻ്റെ പ്ലേസിൽ അടുത്ത ഇനി എന്താ വരുന്നത്? ഒരു നമ്പർ കൂടും. അപ്പോൾ എത്ര ആവും? 1 കഴിഞ്ഞ് 2 ആവും. ഇനി വൺസിൻ്റെ പ്ലേസിൽ ഒരു നമ്പർ കുറയും. അപ്പോൾ എത്ര വരും? 8ൻ്റെ പുറകിൽ 7. അപ്പോൾ 1 + 2 എത്ര വരും? 3 വരും. 3 + 7 10 വരും. പിന്നെ അടുത്ത എത്ര വരും? 136 വരും. അപ്പം ഇത് എത്ര തന്നെയാണ് സം വരുന്നത്? 10 തന്നെയാണ് വരുന്നത്. അടുത്തത് 145, അടുത്തത് 154, ദെൻ 163 വരും. പിന്നെ അടുത്തത് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടി 7, ഇവിടെ 2 വരും. അടുത്തത് വരുമ്പോഴോ വീണ്ടും 7ൻ്റെ കൂടെ ഒന്നും കൂടി കൂടും അല്ലേ. 182ൽ നിന്ന് ഒന്ന് കുറയും, 1 വരും. വീണ്ടും അടുത്തത് വരുമ്പം 8ൻ്റെ കൂടെ ഒന്നും കൂടെ കൂടി 9 ആവും. 1ൽ നിന്ന് വീണ്ടും ഒരു 1 കൂടി പോയിട്ട് 0. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2
3 4 5 6 7 8 9 10. 10 നമ്പേഴ്സാണ് നമുക്ക് ഇത്ര ഇതിൽ വരുന്നത്. അടുത്ത ഇനി 200-നും 300-നും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 201 202 203 അല്ലേ, അതൊക്കെ കൂട്ടി നമുക്ക് നോക്കാം. 204 205 വരത്തില്ല, 206 207 208 വരും അല്ലേ. കാരണം എന്താ, 208-ൽ 8+2 എത്ര വരും, 10 നമുക്ക് വരും അല്ലേ. അപ്പോൾ ഇനി അടുത്തത് വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 100-ൻ്റെ പ്ലേസിൽ നമ്പറിൽ മാറ്റമില്ല. 10-ൻ്റെ പ്ലേസിൽ നമ്പർ ഒന്ന് കൂടിയും 1-ൻ്റെ പ്ലേസിൽ ഒന്ന് കുറഞ്ഞും നമ്മൾ എഴുതും. 217. അപ്പോൾ എത്ര വരും, 2 + 1 3 3 + 7 10 വരും. ഇനി അടുത്തത് വീണ്ടും 226 230 5 240 4 250 3 260 2 270 1 280. ഇപ്പോൾ എത്ര നമ്പേഴ്സായി, 1 2 3 4 5 6 7 8 9 നമ്പേഴ്സാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇനി 300-ൻ്റെയും 400-ൻ്റെയും ഇടയ്ക്കുള്ള നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 300-ൻ്റെ തൊട്ട് നോക്കിക്കേ. 301 302 303 പിന്നെ 304 വരുമ്പോൾ 4 + 3 7 വരത്തുള്ളൂ. 305 വരുമ്പോഴോ, 305 വരുമ്പം 5 + 3 8 വരത്തുള്ളൂ അല്ലേ. 306 307 നോക്കിക്കേ. 307-ൽ എത്രയാണ് സം വരുന്നത്, 3 + 0 3 തന്നെ. 3 + 7 എത്ര വരും, 10 വരും അല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ എങ്ങനെയാണ് കൂട്ടുന്നത്, നമുക്ക് 10-ൻ്റെ പ്ലേസിൽ ഒരു നമ്പർ വെച്ച് കൂട്ടാം. അപ്പോൾ 0 കഴിഞ്ഞ് 1, 7-ൽ നിന്നും 1 നമുക്ക് പുറകോട്ട് പോകാം. 6 വരും, 360. അടുത്തതോ വീണ്ടും 1-ൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടുമ്പോൾ 2 325 വരും. ഇവിടെ നമ്മൾ കുറഞ്ഞാണല്ലേ പോകുന്നത്. 334. അടുത്ത 343 352. വീണ്ടും 300. 5-ൻ്റെ കൂടെ ഒന്നും കൂടി കൂടുമ്പോൾ 6. 2-ൽ നിന്ന് 1 പോകുമ്പോൾ 1. വീണ്ടും 300. 6-ൻ്റെ കൂടെ ഒന്നുകൂടി കൂടുമ്പോൾ 7. 1-ൽ നിന്ന് വീണ്ടും ആ 1 പോകുമ്പോൾ 0. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്, 1 2 3 4 5 6 7 8 നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഇന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി 3-ഡിജിറ്റ് നമ്പേഴ്സ് ഇൻ ഓൾ. അപ്പോൾ മുഴുവനും എത്ര 3-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് എഴുതുക. മുഴുവനും എത്ര 3-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് കൂട്ടി അവിടെ ഒന്ന് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐ ഹാവ് 100 rupee ആൻഡ് 10 rupee നോട്ട്സ് ആൻഡ് ഓൾസോ 1 rupee കോയിൻസ്. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, 100 rupee നോട്ട്സ് ഉണ്ട്, 10 rupee നോട്ട്സ് ഉണ്ട്, 1 rupee കോയിൻസും ഉണ്ട്. ദീസ് മേക്ക് 456 rupees. അപ്പം ഇതെല്ലാം കൂടി ചേരുമ്പം എത്ര രൂപയാവും, 456 rupees ആകും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ് വിച്ച് മേക്ക് അപ്പ് 456 rupees. എത്ര രൂപയുണ്ടെങ്കിൽ 400 നോട്ട്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, 456 rupees ആകും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ നോട്ട്സ് ആണ് നമുക്കുള്ളത്, 100 rupee ഉണ്ട്, 10 rupee ഉണ്ട്, പിന്നെ 1 rupee കോയിൻസും ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ നമ്പറിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന നമ്പർ എത്രയാണ്, 456 ആണല്ലേ, 456 ആണല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇതിനെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി, 400 + 50 + 6. ഇനിയിപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ ഹൺഡ്രഡ്സ്, ഇവിടെ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്, 400 എന്ന് പറയുമ്പോൾ എത്ര ഹൺഡ്രഡ്സ് വരും, 100 × 4 അല്ലേ, 4 ഹൺഡ്രഡ്സ് ചേരുന്നതാണ് 400. ഇനി അടുത്തത് എത്ര ടെൻസ് ആണ് ഇവിടെ ഉള്ളത്, 50 ആണല്ലേ. അപ്പോൾ എത്ര ടെൻസ് ആണ്, 5 ടെൻസ്. അപ്പോൾ 10-ൻ്റെത് എത്ര എണ്ണം ഉണ്ട്, 5 ടെൻസ് ഉണ്ട്. ഇനി എത്ര വൺസ് ആണുള്ളത്, 6 വൺസ്. അപ്പോൾ 1 rupee കോയിൻ എത്ര എണ്ണം പറയാം,
6 വൺസ് ആണല്ലേ ഉള്ളത്. ഇനി നമുക്ക് ഈ നോട്ട്സിൻ്റെ എണ്ണം എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 4 + 5 എത്ര വരും? 9. 9 + 6 എത്ര വരും? 15 വരും അല്ലേ? അപ്പോൾ എത്ര നോട്ട്സ് ഉണ്ട് മുഴുവനും? 15 നോട്ട്സ് ആണ് മിൻഹയുടെ കയ്യിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് റുപ്പീസ് ഡസ് 600 rupee നോട്ട്സ്, 8 10 rupee നോട്ട്സ് ആൻഡ് 5 1 rupee കോയിൻസ് മേക്ക്? 600 rupee നോട്ട്സ് ആണല്ലേ. അപ്പോൾ എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും? നമുക്കൊന്ന് എഴുതി നോക്കാം. 600 rupee നോട്ട്സ് എന്ന് പറയുമ്പോൾ 6 × 100, അതായത് എത്ര വരും? 600. അടുത്തത് 8 10 rupee നോട്ട്സ്, അതായത് 10 റുപ്പിയുടെ 8 നോട്ട്സ് ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ 80. അടുത്തത് 5 1 rupee കോയിൻ എന്ന് പറയുമ്പോൾ 5 × 1 5 ആണ് വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ നോക്കിക്കേ. 600 + 80 + 5. 600 ഇങ്ങനെ നമുക്കൊന്ന് എഴുതാം. 600 + 80 + 5. 600 + 80 എത്ര വരും? 680. 680 + 5 685. ദാ ഇവിടെ നമുക്ക് എഴുതാം 685 എന്ന് നമുക്ക് എഴുതാം. അടുത്ത എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? വാട്ട് അബൌട്ട് 400 rupee നോട്ട്സ് ആൻഡ് 9 1 rupee കോയിൻസ്? അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 400 rupee നോട്ട്സ് എന്ന് പറയുമ്പോൾ എത്രയാണത്? 400 ആണ് അല്ലേ? നമുക്കറിയാം 400 rupee എന്ന് പറഞ്ഞാൽ 400 പ്ലസ് നമുക്കിവിടെ 1 rupee കോയിൻസ് മാത്രമേ ഉള്ളൂ. അത് എത്രയാണ്? 9 1 rupee കോയിൻസ്. ഇപ്പോൾ 400 + 9 409. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? നമുക്ക് 300 കിട്ടണം. 300 rupees കിട്ടണമെങ്കിൽ ഓരോ നോട്ട്സും ചോദിച്ചിട്ടുണ്ട്. 10 rupeesൻ്റെ എത്ര എണ്ണം വേണം? 20 rupeesൻ്റെ എത്ര വേണം? 50 rupees, 5 rupees, 1 rupee എത്ര വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം തന്നിട്ടുണ്ട് 100 rupees. 300 rupees ഉണ്ടെങ്കിൽ നമുക്ക് 300 ആവും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര 10 rupees നമുക്ക് വേണം? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10 ആണല്ലേ. അപ്പോൾ 10 ആകുമ്പോഴേക്കും നമുക്ക് 10 ഇവിടെ എഴുതാം. 10ൻ്റെ എത്ര നോട്ടുണ്ടെങ്കിൽ നമുക്ക് 300 കിട്ടും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 300 ആണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 300 കിട്ടും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 10 × 3 ആണ് 30 വരുന്നത് അല്ലേ? നമുക്ക് ഒരു സീറോയും കൂടി ആഡ് ചെയ്യുമ്പം 10 × 30 കൊടുക്കാം. അത് 10 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ 10 × 30 കൊടുക്കുമ്പോഴോ ഒരു സീറോയും കൂടി ഇവിടെ വരുന്നേ ഉള്ളൂ. അപ്പോൾ എത്ര വരും? 2 സീറോ കൂടി ആവും. 10ൻ്റെ ഒരു സീറോയും 30യുടെ ഒരു സീറോയും കൂടെ. അപ്പോൾ എത്ര വരും? 300 വരും. അപ്പോൾ എത്ര 10 rupee നോട്ട്സ് വേണം? 30 10 rupee നോട്ട്സ് വേണം. അടുത്ത ചോദിച്ചിരിക്കുന്നത് എത്ര 20 rupee നോട്ട്സ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് 20 rupee നോട്ട്സ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ 20 ആവുമ്പം ഇനൊന്ന് ഓർത്ത് നോക്കിക്കേ. 20യുടെ നമ്മളൊരു 5 നോട്ട്സ് എടുക്കുകയെന്ന് വെച്ചോ. ഇങ്ങനെ 20 ഇതാ ഇവിടെയും 20 5 നോട്ട്സ് എടുക്കുകയാണ്. അപ്പോൾ എത്ര രൂപയായി? ഇപ്പോൾ എത്ര രൂപ വന്നു? 100 വന്നല്ലേ? 100 rupees വന്നു. അപ്പോൾ 5 നോട്ട്സ് എടുത്തപ്പോൾ 100 വന്നു. അപ്പോൾ 10 നോട്ട്സ് എടുക്കുമ്പോഴോ 20 നോട്ട്സ് 10 നോട്ട്സ് നമ്മൾ 20യുടെ 10 നോട്ട്സ് എടുക്കുമ്പോൾ എത്ര വരും? 200 വരും അല്ലേ? 200 വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം 10 നോട്ട്സ് എടുത്തപ്പം 200 വന്നു, 5 നോട്ട്സ് എടുത്തപ്പോൾ 100 വന്നു. അപ്പോൾ 200 + 100 ആണ് എത്ര വരുന്നത്? 300 വരുന്നത്. അപ്പോൾ ഈ 10 നോട്ട്സിൻ്റെ കൂടെ എത്ര നോട്ട്സ് കൂട്ടാം? 5 നോട്ട്സും കൂടി നമുക്ക് കൂട്ടാം. അപ്പോൾ 15 നോട്ട്സ് 15 നോട്ട്സ് എടുക്കുമ്പോൾ എത്ര വരും? നമുക്ക് 300 വരും. ഇനി അങ്ങനെ മനസ്സിലാക്കാൻ പാടാണെങ്കിൽ ഇതാ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. നമുക്ക് 20 rupees ആണല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ 20 എഴുതുകയാണ്. 20 20 20 20 20. ഇപ്പോൾ എത്ര എണ്ണമായി? 1 2 3 4 5 വന്നല്ലേ? അപ്പോൾ എത്ര വന്നു ടോട്ടൽ? 2 + 2 4 4 + 2 6
6 + 2 8, 8 + 2 10, 100 വന്നല്ലേ. ഒരു 100 വന്നു. വീണ്ടും നമ്മളൊരു 5 നോട്ട് കൂടി എടുക്കുകയെന്ന് വെച്ചോ. വീണ്ടും നമ്മൾ 5 നോട്ടും കൂടി എടുത്തു. അപ്പോൾ എത്ര വന്നു? വീണ്ടും നമുക്കൊരു 100 വന്നു. വീണ്ടും ഒരു 5 നോട്ട്സ് ഒരു 20 എടുക്കുകയാണെങ്കിൽ വീണ്ടും 100 വരും. അപ്പോൾ എത്ര ഹൺഡ്രഡ്സായി? 1 2 3 ഹൺഡ്രഡ്സ് വന്നു. നമ്മൾ എത്ര നോട്ട്സ് എടുത്തു? ആദ്യം ഒരു 5 എടുത്തു, രണ്ടാമതൊരു 5 എടുത്തു, വീണ്ടും ഒരു 5 എടുത്തല്ലേ. 5 + 5 10, 10 + 5 15 വന്നല്ലേ. അപ്പോൾ നമുക്കിവിടെ 15 എഴുതാം. അടുത്തത് 50 റുപ്പീസിൻ്റെ എത്ര നോട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് എഴുതി ഇങ്ങനെ നോക്കാം. 50 റുപ്പീസ് ആണല്ലേ. 50 + 50 എത്ര വന്നു? 100 വന്നു. വീണ്ടും ഒരു 50 കൂടെ കൂട്ടുമ്പോൾ 150 വന്നു. വീണ്ടും 50 കൂടെ കൂട്ടുമ്പോഴത്തേനും 200 വന്നു. വീണ്ടും ഒരു 50 കൂട്ടുമ്പം 250, വീണ്ടും ഒരു 50 കൂട്ടുമ്പോൾ 300. അപ്പോൾ മൊത്തം എത്ര 50s നമ്മൾ എടുത്തു? 1 2 3 4 5 6, 6 എണ്ണമാണ് നമ്മൾ എടുത്തത്. അടുത്തത് നമ്മളോട് 5 റുപ്പീസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 5 റുപ്പീസ് ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എളുപ്പമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 50 റുപ്പീസിൻ്റെ എടുത്തപ്പോൾ 50 റുപ്പീസിൻ്റെ ആയപ്പോൾ നമ്മൾ 6 നോട്ട്സ് ആണ് എടുത്തത്. ഇവിടെ ഒരു 0യുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 5 റുപ്പീസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 0 എന്ത് ചെയ്താൽ മതി? സെയിം നമ്പർ തന്നെ, 0യ്ക്ക് ഒരു വ്യത്യാസം വന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ 60 ആണ് നമുക്ക് വരുന്നത് അല്ലേ. കാരണം നേരത്തെ 50 റുപ്പീസ് ആയിരുന്നപ്പോൾ നമ്മൾ 6 നോട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ 5 രൂപയാവുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ 0 എടുത്ത് നമ്മൾ ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുത്തു. 65 റുപ്പീസ് നമുക്ക് ഉണ്ടെങ്കിൽ 300 റുപ്പീസ് കിട്ടും. അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? 1 റുപ്പീ ചോദിച്ചിട്ടുണ്ട്. അത് എത്രയായിരിക്കും? എത്ര 1 റുപ്പീസ് നമുക്ക് വേണ്ടി വരും? നമ്മളിന് 1 1 1 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എത്ര 1 വരെ കൂട്ടും? 300 വരെ അല്ലേ. അപ്പോൾ 300 300 1 റുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് എത്രയാവും? 300 റുപ്പീസ് നമുക്ക് കിട്ടും. അടുത്ത പേജിലേക്ക് വരാം. കോർണർ PTA. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ സംഭവം നോക്കാം, ഒന്ന് വായിച്ച് നോക്കാം. ഫാദർ ബോട്ട് 6 kilogram of bananas for the corner PTA. The price of 1 kilogram of banana is 50 rupees. Father gave a 500 rupee note and got 3 notes in different denominations back. What notes did he get? How many of each? What if he had got 4 different notes back? അപ്പം ഇവിടെ PTAക്ക് വേണ്ടിയിട്ട് ഫാദർ എന്താ ചെയ്തത്? 6 kilogram ഓഫ് ബനാനാസ് ആണ് മേടിച്ചത്. 6 കിലോ ബനാനയാണ് മേടിച്ചത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 കിലോ ബനാനയുടെ വിലയെന്ന് പറയുന്നത് എത്രയാണ്? 50 റുപ്പീസാണ്. 1 കിലോയ്ക്ക് 50 രൂപയാണ് വരുന്നത്. അങ്ങനെ 6 കിലോ ആണ് മേടിച്ചത് അല്ലേ. 50 6 times 50 വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? 6 × 50 അല്ലേ. 6 × 50, 6 × 50, അതായത് 50യുടെ 6 times ആണ് അവിടുത്തെ എമൗണ്ട് വന്നത്. ഓക്കെ, അപ്പോൾ 6 × 50 ആണ് മുഴുവനായ എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 6 കിലോഗ്രാം ബനാനയാണ് മേടിച്ചത്. 1 കിലോഗ്രാമിൻ്റെ വിലയെന്ന് പറയുന്നതാണ് 50 രൂപ. അപ്പോൾ അച്ഛൻ എത്ര രൂപയാണ് കൊടുത്തത്? 500 റുപ്പി നോട്ടാണ് കൊടുത്തത്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് ബാക്കി 3 നോട്ടാണ്, ബാക്കി പൈസ കൊടുത്തപ്പോൾ 3 നോട്ട് കൊടുത്തു. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം എത്ര രൂപയായെന്ന് അറിയണം അല്ലേ. 6 × 5 എത്രയാണ് വരുന്നത്? 30. 30യുടെ കൂടെ ഇവിടുത്തെ ഒരു 0യും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര വന്നു? 300. മൊത്തം എത്ര രൂപയായി? 300 റുപ്പീസായി ബനാന മേടിച്ചതിന്. അപ്പോൾ എത്ര രൂപയാണ് കൊടുത്തത്? അച്ഛൻ എത്ര രൂപയാണ് കൊടുത്തത്? 500 റുപ്പീസാണ് കൊടുത്തത്. എന്ന് പറയുമ്പോൾ 500ൽ നിന്നും 300 നമുക്ക് കുറച്ച് നോക്കണം. അപ്പോൾ 5ൽ നിന്ന് നമ്മൾ 3 പോയാൽ എത്രയാണ് വരുന്നത്? 2 ആണല്ലേ. 2 ഇവിടെ 100. ഓക്കെ, അപ്പോൾ 200 ആണ് ബാക്കി തുക, ബാക്കി ബാലൻസ് കിട്ടേണ്ടത്. അപ്പോൾ അതെന്താ പറഞ്ഞേക്കുന്നത്? 3 നോട്ട്സാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഓക്കെ, 3 നോട്ട്സാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അത് ഏതൊക്കെ ആയിരിക്കും എന്നാണ് നമ്മളോട്
ചോദിച്ചിരിക്കുന്നത്. ഓരോ നോട്ടും എത്ര എണ്ണം വെച്ചിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 200 ബാക്കി കിട്ടിയത് കൊണ്ട് തന്നെ ഏതായാലും വലിയ എമൗണ്ടുകൾ 500ൻ്റെ നോട്ടൊന്നും നമുക്ക് 500 നോട്ടാണല്ലോ അദ്ദേഹം കൊടുത്തത്. അപ്പം വലിയ എമൗണ്ടുകളൊന്നും വലിയ നമ്പറുള്ള റുപ്പി നോട്ട്സ് ഒന്നും അദ്ദേഹത്തിന് ബാലൻസ് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 3 നോട്ട്സ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ 200ൻ്റെ നോട്ടും അല്ല കിട്ടിയത്. ബാക്കി ഇനി ഏതൊക്കെ നോട്ട്സ് ആണുള്ളത്? 100ൻ്റെ നോട്ടുണ്ട്, 50യുടെ നോട്ടുണ്ട്, 20 ഉണ്ട്, 10 ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 3 നോട്ടേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100ൻ്റെ നോട്ട് നമുക്ക് ആദ്യം എടുക്കാം. 100ൻ്റെ നോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയതെങ്കിൽ എത്രയായിരിക്കും? നമുക്ക് ഒരെണ്ണം എടുക്കാം. 100ൻ്റെ ഒരു നോട്ട്. അപ്പോൾ എത്ര രൂപയായി? 100 രൂപയായി അല്ലേ? 100 കിട്ടി. അപ്പം നമുക്ക് എത്രയാണ് വേണ്ടത്? 200 ആണ് വേണ്ടത്. അപ്പോൾ ഇനി ഒരു 100ഉം കൂടി ചേർന്നാലേ 200 ആവത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു 100 വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിൻ്റെ നോട്ട് എടുക്കണം? നമുക്കിനി 2 നോട്ടും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഏതെടുക്കാം? 50 എടുത്ത് നോക്കാം. 50യുടെ ആകുമ്പോൾ എത്ര എണ്ണം എടുക്കണം? 2 നോട്ട് എടുത്താലാണ് 100 വരുന്നത് അല്ലേ? അപ്പോൾ മുഴുവൻ എത്ര നോട്ടായി? 3 നോട്ടായി. എമൗണ്ട് എത്രയായി? ആദ്യം ഒരു 100 വന്നു, വീണ്ടും ഒരു 100 വന്നു, ടോട്ടൽ എമൗണ്ട് 200 വന്നു. അപ്പോൾ 3 നോട്ടായി അല്ലേ? അപ്പോൾ 100ൻ്റെ ഒരു നോട്ടും 50യുടെ 2 നോട്ടും ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത്. അടുത്ത നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഇഫ് ഹി ഹാഡ് ഗോട്ട് 4 ഡിഫറെൻറ്റ് നോട്ട്സ് ബാക്ക്? 4 ഡിഫറെൻറ്റ് നോട്ട്സ് ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്ര രൂപ വെച്ചായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അപ്പോൾ 4 നോട്ടാണെങ്കിലോ? അപ്പോൾ 50 ആണെന്ന് വെച്ചോ. 50 രൂപയാണെങ്കിൽ 50ൻ്റെ എത്ര നോട്ട് വരും? 4 എണ്ണം അല്ലേ? 50ൻ്റെ 4 എണ്ണം. 5 4s are എത്രയാണ്? 20 ആണല്ലേ? അപ്പോൾ 200. 50ൻ്റെ 4 നോട്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് വരാം. ഡ്രാഗൺ. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് വെൻ ടു ദ പാർക്ക്. അപ്പോൾ മിൻഹയും മിൻഹയുടെ ഫ്രണ്ട്സും പാർക്കിൽ പോയി. പാർക്കിൽ ചെന്നപ്പം അവിടെ നമ്പേഴ്സ് എഴുതി ഒരു ഡ്രാഗണിനെ അവർ കണ്ടു. അപ്പോൾ അതിൽ നമ്പേഴ്സ് എഴുതാനാണ്, കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിവിടെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? 898ഉം 899ഉം തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ 819 കഴിയുമ്പോൾ 900, 901, 902, 903, 904, 905, 906, 907, 908, 909, 910, 911, 912, 913, 914, 915, 916, 917, 918, 919. അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റീഡ് ആൻഡ് റൈറ്റ് ദിസ് നമ്പേഴ്സ്. ഫസ്റ്റ് നമ്പർ എത്ര പറഞ്ഞിരിക്കുന്നത്? 899. 899. അടുത്ത എത്രയാണ്? 900. 900. അടുത്തതോ? 901. 901. അടുത്തത് എത്രയാണ്? 990. 990 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 990. 90 ആണല്ലേ? 90 എന്ന് പറയുമ്പോൾ 90. അടുത്ത 995. അടുത്തതോ? 998. അപ്പോൾ ഇങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് പേജിലേക്ക് വരാം. ബ്രദേഴ്സ് ഗിഫ്റ്റ്. മിൻഹാസ് ബ്രദർ ഗേവ് ഹർ എ ഗിഫ്റ്റ്. മിൻഹയുടെ ബ്രദർ ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്താണ്? മാപ്പ് ഷോയിങ് റിവേഴ്സ് ഓഫ് കേരള. കേരളത്തിലെ നദികളെക്കുറിച്ച് കാണിക്കുന്നൊരു മാപ്പാണ്. അപ്പോൾ അത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റിലുള്ള ചില റിവേഴ്സിൻ്റെ ലെങ്ത്ത് ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ? ഓരോ റിവറും അതിൻ്റെ ലെങ്ത്തും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത് എന്താണ്? ദ ലോങ്ങസ്റ്റ് റിവർ. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇതിൽ നോക്കിക്കേ. 16, 110, 169. ഏറ്റവും വലിയ നമ്പർ ഏതാണ് വരുന്നത്? ഇത്രയും ഉള്ള നമ്പേഴ്സിൽ 209 വരുന്നുണ്ട്, 244 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിലേതാണ് ഏറ്റവും വലിയ നമ്പർ? 244. പെരിയാറാണ് ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ വരുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ എന്തെഴുതാം? ലോങ്ങസ്റ്റ് റിവറിൻ്റെ അവിടെ പെരിയാർ എന്ന് എഴുതാം.
അടുത്തതോ ഷോർട്ടസ്റ്റ് റിവർ ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും നീളം കുറഞ്ഞ നദി. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ നമ്മൾ നോക്കിയാൽ മതി അല്ലേ. ഏതാണ് വരുന്നത്? മഞ്ചേശ്വരം റിവർ 16 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹൗ മെനി റിവേഴ്സ് ഇൻ ദ ലിസ്റ്റ് ആർ ലോങ്ങർ ദാൻ ചാലിയാർ? ചാലിയാറിനെക്കാട്ടിലും നീളം കൂടിയ റിവേഴ്സിൻ്റെ ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും ആ ഒരു ലിസ്റ്റ് നമ്മൾ എങ്ങനെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദി ഓർഡർ ഫ്രം ദ ലോങ്ങസ്റ്റ് ടു ഷോർട്ടസ്റ്റ്, ഏറ്റവും നീളം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് ആ ഒരു ഓർഡറിൽ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പേരുകൾ എഴുതാം. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ചാലിയാറിനെക്കാട്ടിലും നീളം കൂടിയത്. ചാലിയാർ എത്രയാണ്? 169 ആണ്. അപ്പോൾ 169നെക്കാട്ടിലും കൂടുതലുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെ വരും? ഒന്ന് ഭാരതപ്പുഴ വരും, പിന്നെ ഒന്ന് പെരിയാർ വരും, പിന്നെ പമ്പ റിവർ വരും അല്ലേ. ഇത്രയാണ് 169നെക്കാട്ടിലും വലിയ നമ്പേഴ്സ്. അപ്പോൾ എത്ര എണ്ണം വരും? 3 എണ്ണമാണ് ചാലിയാറിനെക്കാട്ടിലും ലോങ്ങർ ആയിട്ടുള്ള റിവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ നെയിംസ് ലോങ്ങസ്റ്റിൽ നിന്നും ഷോർട്ടസ്റ്റിലേക്ക് നമുക്ക് ഓർഡറിൽ എഴുതാം. അപ്പോൾ ഇതിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണല്ലേ. അപ്പോൾ നമുക്ക് പെരിയാർ എഴുതാം. അത് കഴിഞ്ഞോ? പെരിയാറിനെക്കാട്ടിലും കുറച്ചുകൂടി നീളം കുറവുള്ള ഏതാണ്? ഭാരതപ്പുഴയാണല്ലേ. അപ്പം അടുത്തത് രണ്ടാമത് വരുന്നത് ഭാരതപ്പുഴയാണ്. ഇനി അടുത്തതോ അതിനെക്കാട്ടിലും നീളം കുറവുള്ളത് പിന്നെ വരുന്നത് പമ്പ റിവറാണ്. അപ്പം മൂന്നാമത് പമ്പ റിവറും എഴുതാം. ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. ഇനി നമുക്ക് ഇവാലുവേഷൻ ആക്ടിവിറ്റീസിലേക്ക് വരാം. ഇപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 11, 22, 33, 44. അപ്പോൾ എത്ര വെച്ച് കൂടി പോയിരിക്കുകയാണ് അവിടെ? നോക്കിക്കേ, ഫസ്റ്റ് 11 ആണ് വന്നത് അല്ലേ. പിന്നെ വന്നപ്പോഴോ 33 വന്നു. അപ്പോൾ 11 വെച്ചിവിടെ കൂടിപ്പോയിരിക്കുക. അപ്പോൾ 44. ഇനി അടുത്ത ഏത് നമ്പർ വരും? ആദ്യം 11, 11 വന്നു, പിന്നെ 22, 22. സെയിം നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പാറ്റേൺ നമുക്കൊരു ബോക്സിൽ നമ്മൾ കുറച്ച് നമ്പേഴ്സ് എഴുതിയൊരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു 11 വെച്ച് കൂടി വരുന്ന നമ്പേഴ്സ് ഉണ്ട്, 10 വെച്ച് കൂടി വരുന്ന നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്ര വെച്ചാണ് കൂടി വന്നിരിക്കുന്നത്? 11 വെച്ചാണ് കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത എത്ര വരും? 44 കഴിഞ്ഞിട്ട് അടുത്തത് 55 വരും. അത് കഴിഞ്ഞിട്ടോ 66 വരും. ഇനി അടുത്ത് നോക്കിക്കേ, 150. പിന്നെ എത്രയാണ് വന്നിരിക്കുന്നത്? 250, 350. അപ്പോൾ 100 വെച്ചാണ് കൂടി പോകുന്നത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? രണ്ടാമതുള്ള നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ ഒന്ന് കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ 0, 0, 1, 100 വെച്ചാണ് വരുന്നത്. അപ്പോൾ അടുത്ത എത്ര വരും? ഫസ്റ്റ് 1 വന്നു, 2 വന്നു, 3 വന്നു. അടുത്തത് 450 വരും. അത് കഴിയുമ്പം 550 വരും. അടുത്ത പാറ്റേൺ നോക്കിക്കേ, 100, 101, പിന്നെ 103, അത് കഴിയുമ്പോൾ 106 ആണ്. അപ്പോൾ ആദ്യം എത്ര ആയിരുന്നു? 100 ആയിരുന്നു. 100ൻ്റെ കൂടെ 1 കൂടിയപ്പോൾ 101 വന്നു. 101ൻ്റെ കൂടെ 2 കൂടിയപ്പോൾ 103 വന്നു. 103യുടെ കൂടെ 3 കൂടിയപ്പോൾ 106 വന്നു. അപ്പോൾ ഇവിടെ 1 കൂടി, പിന്നെ 2 കൂടി, പിന്നെ 3 കൂടി. അപ്പോൾ അടുത്ത എത്ര കൂടും? 4 വരും അല്ലേ. അപ്പോൾ 106ൻ്റെ കൂടെ ഒരു 4 കൂടി ആഡ് ചെയ്യുമ്പം എത്ര വരും? 110 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആദ്യം അടുത്തത് 110 കിട്ടി. വീണ്ടും അടുത്ത എത്രയാണ്? ഇനി 5 കൂടും. അപ്പോൾ 115 വരും. ഓക്കെ. അടുത്തതോ? അടുത്തതിൽ ഫസ്റ്റ് 990 വന്നു, പിന്നെ 980 വന്നു, പിന്നെ 970 വന്നു. അപ്പോൾ പുറകോട്ട് പോവുകയാണ് അല്ലേ. 70 കഴിഞ്ഞ് പിന്നെ അടുത്ത ഇപ്പോൾ എത്ര വരും? 60, 960. അത് കഴിയുമ്പോൾ വീണ്ടും പുറകോട്ട് പോകുമ്പോൾ 950. ഓക്കെ. ഇനി ഇതുപോലെ നിങ്ങൾക്ക് പാറ്റേൺ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പാറ്റേൺ എഴുതാം? വേണമെങ്കിൽ നമുക്ക് 10 വെച്ച് കൂടി പോകുന്നൊരു പാറ്റേൺ എഴുതാം. അപ്പോൾ 10, 20, 30 ഇങ്ങനൊരു പാറ്റേൺ നമുക്ക് എഴുതാം. ഇനി വേണമെങ്കിൽ നമുക്ക് 5 വെച്ച് കൂടി പോകുന്നൊരു പാറ്റേൺ എഴുതിയാലോ? ആദ്യം 100, പിന്നെ 105 വന്നു, പിന്നെ 110 വന്നു. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനൊരു പാറ്റേൺ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു പാറ്റേൺ ഇതിൽ എഴുതാം. അത് നിങ്ങൾക്ക് മുമ്പോട്ടോ അല്ലെങ്കിൽ പുറകോട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പാറ്റേൺസ് അവിടെ എഴുതാൻ പറ്റും. ഇനി അടുത്ത് നോക്കിക്കേ, ഹു ആം ഐ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം
ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു നമ്പറിനെ പറ്റിയാണ്. എ 2 ഡിജിറ്റ് നമ്പർ, ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. ലാർജർ ദാൻ 80, 80നേക്കാട്ടിലും വലുതാണ്. ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഇസ് 1 മോർ ദാൻ ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. അതായത് വൺസ് പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് ടെൻസ് പ്ലേസിലുള്ള നമ്പറിനെക്കാട്ടിലും 1 കൂടുതലാണ്. ഇപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഉറപ്പായിട്ടൊരു വൺസും കാണും, ഒരു ടെൻസും ഉണ്ടല്ലേ. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? 80യെക്കാട്ടിലും വലിയ നമ്പറാണ്. അപ്പോൾ 80യെക്കാട്ടിലും വലുത്. അപ്പം 80, 81, 82, 83 അങ്ങനെ 99 വരെ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 99 വരെ പോകും. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഈസ് 1 മോർ ദാൻ ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. അതായത് ടെൻസ് പ്ലേസിലുള്ള നമ്പറിനെക്കാട്ടിലും 1 കൂടുതലാണ് വൺസ് പ്ലേസിലുള്ള നമ്പർ. അപ്പോൾ നമ്മൾ 80 തൊട്ടുള്ള നമ്പറാണല്ലേ പറഞ്ഞത്. അപ്പോൾ 80 തൊട്ടുള്ള നമ്പറിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ഏത് നമ്പർ വരുമ്പോഴാണ് വൺസിലെ നമ്പർ ടെൻസിലെ നമ്പറിനേക്കാളും കൂടുതൽ വരുന്നത്? 81, 82, 83 അങ്ങനെ 84 അതൊക്കെ വരുമ്പോൾ വൺസ് പ്ലേസിലെ നമ്പർ ചെറുതാണല്ലേ. 84, 85 ഒക്കെ വരുമ്പോൾ 86, 87, 88, 89, 89 വരുമ്പോഴോ 89 വരുമ്പോഴെങ്ങനെയാണ്? വൺസിലെ നമ്പർ എന്ന് പറയുന്നത് ടെൻസിലുള്ള നമ്പറിനെക്കാട്ടിലും 1 കൂടുതലാണല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? 89 ആണ് വരുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എ 3 ഡിജിറ്റ് നമ്പർ, ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 15. സം എന്ന് പറയുന്നത് 15 ആണ്. ദ ഡിജിറ്റ്സ് ഇൻ ഹൺഡ്രഡ്സ് പ്ലേസ് ഈസ് 8 ലെസ് ദാൻ ദ നമ്പർ ഇൻ വൺസ് പ്ലേസ്. വൺസ് പ്ലേസിനെക്കാട്ടിലും 8 കുറവാണ് എവിടുത്തെ നമ്പറിന്? ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ വരുന്ന നമ്പറിന്. അപ്പോൾ നമുക്കിവിടെ ഹൺഡ്രഡ്സും ഉണ്ട്, ടെൻസും ഉണ്ട്, വൺസും ഉണ്ട്. ഇതിൻ്റെ സം എന്ന് പറയുന്നത് 15 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് വൺസ് പ്ലേസിലുള്ള നമ്പറിനെക്കാട്ടിലും 8 കുറവാണ് 100ൻ്റെ പ്ലേസിലുള്ള നമ്പർ. അപ്പോൾ വൺസ് പ്ലേസിൽ എവിടം വരെയുള്ള നമ്പർ വരിക? 1 തൊട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയുള്ള നമ്പേഴ്സ് വരാം അല്ലേ. അപ്പോൾ നമ്മളിപ്പം 7 എടുക്കുന്നെങ്കിൽ അതിനെക്കാട്ടിലും 8 നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? 7ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇനി നമ്മൾ 8 ആണ് എടുക്കുന്നതെങ്കിലോ 8ൽ നിന്ന് 8 പോയാൽ 0 വരും. ഇപ്പോൾ 100ൻ്റെ പ്ലേസിൽ 0 വരും. അപ്പോൾ അത് ശരിയാവില്ല. 9 ആണ് എടുക്കുന്നതെങ്കിലോ 9 എടുക്കുവാണെങ്കിൽ 9ൽ നിന്ന് 8 പോയാൽ ശരിയാ, അത് പോകും അല്ലേ. അപ്പം നമുക്ക് വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പർ ഏതാണ്? 9. അപ്പോൾ 9നെക്കാട്ടിലും 8 കുറവാണ് 100ൻ്റെ പ്ലേസിലുള്ള നമ്പർ. 9ൽ നിന്ന് 8 പോയാൽ എത്ര വരും? 1 വരും അല്ലേ. അപ്പോൾ 1ഉം 9ഉം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 15. 15 ആണ് ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത്. അതായത് 1 പ്ലസ് ഈ ടെൻസിലുള്ള നമ്പർ പ്ലസ് 100ൻ്റെ പ്ലേസിലുള്ള നമ്പർ അല്ലേ. 1 പ്ലസ് ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പർ നമുക്ക് അറിയില്ല. ആ നമ്പർ പ്ലസ് 9 ചെയ്യുമ്പോഴാണ് 15 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 നമ്പറേ ഉള്ളൂ. ഏതൊക്കെയാണ്? 1ഉം 9ഉം. അപ്പോൾ അതൊന്ന് നമുക്ക് കൂട്ടി നോക്കാം. 1 പ്ലസ് 9 എത്ര വരും? 10 വരും. അപ്പോൾ 10 വരുമ്പോൾ ഇവിടെ 15 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 15ൽ നിന്ന് നമുക്ക് 10 കുറച്ച് നോക്കാം. 15ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ എത്ര വരും? 15ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ നമുക്ക് 5 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം? ഇവിടെ എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്? 159 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും റിഡിൽസ് ഉണ്ടാക്കി ഇതുപോലെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത റിഡിൽസില്ലേ, അതുപോലെ ഒരു 2 ഡിജിറ്റോ അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ റിഡിൽസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും തന്നെ ചെയ്യുമല്ലോ. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ സ്കൂൾ സ്റ്റോർ നീഡ്സ് 950 പെൻസിൽ. സ്കൂൾ സ്റ്റോറിലേക്ക് 950 പെൻസിൽ വേണം. മിൻഹ ഗേവ് 7 ബോക്സസ് ആൻഡ് 6 പാക്കറ്റ്സ് ഓഫ് പെൻസിൽ. മിൻഹ 7 ബോക്സസും 6 പാക്കറ്റും ആണ് കൊടുത്തത്. ഈച്ച് ബോക്സ് ഹാസ് 100 പെൻസിൽ ആൻഡ് ഈച്ച് പാക്കറ്റ് 10 പെൻസിൽസ്. നമുക്കറിയാം ഓരോ ബോക്സിലും 100 പെൻസിലാണ് ഉള്ളത്. ഇനി ഓരോ പാക്കറ്റിൽ 10 പെൻസിലാണ് ഉള്ളത്. ഹൗ മെനി മോർ ഷുഡ് ഷീ ഗീവ് ടു മേക്ക് ഇറ്റ് 950? അങ്ങനെയാണെങ്കിൽ ഇനി എത്ര കൂടുതലും കൂടി കൊടുത്താലാണ് 950 ആക്കാനായിട്ട്
പറ്റുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫസ്റ്റ് എത്ര പെൻസിലാണ് ഇവിടെ മിൻഹ കൊടുത്തതെന്നുള്ളത് നമുക്ക് നോക്കണം. 7 ബോക്സസ് ആണല്ലേ കൊടുത്തത്. മിൻഹ കൊടുത്തത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ എഴുതാം. മിൻഹ കൊടുത്തതല്ലേ 7 ബോക്സ്. അപ്പോൾ ഒരു ബോക്സിൽ 100 വെച്ച് 7 × 100 700. പിന്നെ 6 പാക്കറ്റ് 6 പാക്കറ്റ്. ഒരു പാക്കറ്റിൽ 10 എണ്ണം വെച്ചിട്ട് 6 × 10 60. ഇപ്പോൾ ടോട്ടൽ 760 പെൻസിലാണ് കൊടുത്തത്. അപ്പോൾ ഇനി എത്ര കൂടുതൽ കൂടി കൊടുക്കണം? 950 ആണ് കൊടുക്കേണ്ടതല്ലേ. അതിൽ നിന്നും എത്ര നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ നമ്പർ അങ്ങ് കുറച്ചാൽ മതി അല്ലേ. 0 5ൽ നിന്ന് 6 പോകില്ല. അപ്പോൾ 9ൽ നമ്മൾ ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ എത്ര വരും? ഇവിടെ 15 വരും. അപ്പം 15ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ എത്ര വരും? 9 ആണ് ആൻസർ വരുന്നത്. പിന്നെ 9ൻ്റെ ഇവിടെ നിന്ന് ഓൾറെഡി നമ്മളൊന്ന് എടുത്തു. 8ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 190 മോർ പെൻസിൽസ്. അപ്പോൾ എത്ര എണ്ണം കൊടുക്കണം? 190 മോർ പെൻസിൽസ് ഇനി മിൻഹ സ്കൂളിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്ത്. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? സപ്പോസ് 950 പെൻസിൽസ് ആർ ഗിവൺ ഇൻ ബോക്സസ് ആൻഡ് പാക്കറ്റ്സ്. അപ്പം 950 പെൻസിൽസ് തന്നെ കൊടുത്തു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എത്ര ബോക്സസ് വേണ്ടി വരും? അപ്പം 950 എന്ന് പറയുമ്പോൾ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 900 + 50 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഹൺഡ്രഡ്സ് ആണ് വരുന്നത്? 9 ഹൺഡ്രഡ്സ്. ഒരു ബോക്സിൽ 100 പെൻസിൽ വെച്ച് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ബോക്സസ് വേണ്ടി വരും? 9 ബോക്സസ്. ഇനി 50 വന്നു. ഒരു പാക്കറ്റിൽ 10 പെൻസിൽ വെച്ചും. അപ്പോൾ ഇവിടെ എത്ര ടെൻസ് ഉണ്ട്? 5 ടെൻസ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ 5 പാക്കറ്റാണ് വേണ്ടത്. അടുത്ത നമ്മളോട് ഈ ബ്ലാങ്ക് സർക്കിൾസ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എളുപ്പമാണല്ലേ. 301 401 501. പിന്നെ അടുത്ത എത്ര വരും? 601 701 അല്ലേ. ഇനി അടുത്ത 299 399 499 599 699. അടുത്തതോ 300 400 500 600 700. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.